ഹലോ സ്റ്റുഡൻസ്, ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനേഷൻ അക്കൗണ്ടൻസിയുടെ പ്രോബ്ലം സൈഡൊക്കെ നല്ലപോലെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നോക്കി വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് തിയറി, തിയറി പോർഷൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം പബ്ലിക് എക്സാമിനേഷനെക്കാട്ടും ഇമ്പോർട്ടന്റ് തിയറി വരാൻ കാരണം ഓണം എക്സാമിനേഷനും ഹാഫ് ഇയർലി എക്സാമിനേഷനും ആദ്യത്തെ പ്രധാനപ്പെട്ട 3 ചാപ്റ്റേഴ്സിനൊക്കെ വെയിറ്റേജ് കൂടുതലാണ്. കാരണം അവിടെയാണ് നമുക്ക് തിയറി കൂടുതൽ കിടക്കുന്നത്. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് തിയറി ചോദിക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് ആ തിയറി ക്രാക്ക് ചെയ്യേണ്ടത്, അതൊക്കെ സാർ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ് ടു നമുക്ക് ഡിപ്രീസിയേഷൻ വരെയുള്ള ചാപ്റ്റേഴ്സിന്റെ തിയറി എങ്ങനെ ചോദിക്കും എന്ന് സാറ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിൽ നിന്ന് ഏതൊക്കെ 1 മാർക്ക് വരാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ കൺഫ്യൂസിംഗ് ഫാക്ടേഴ്സ് വരാൻ സാധ്യത, അതുകൊണ്ട് അടിപൊളിയായിരിക്കാം. നമുക്ക് ആ തിയറി ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രധാനമായിട്ടും അക്കൗണ്ടിങ് ടേംസിന്റെ ഭാഗത്ത് തിയറി വരുന്നുണ്ട്. അതായത് ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, അസറ്റ്, ലയബിലിറ്റി, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അപ്പൊ അതിന്റെ എക്സാമ്പിൾസ്, ഫിക്സഡ് അസറ്റിന്റെ എക്സാമ്പിൾസ്, കറണ്ട് അസറ്റിന്റെ എക്സാമ്പിൾസ്, ഈ ഏരിയ കൃത്യമായി പഠിച്ചു വെക്കണം. ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട്സ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റി. ക്യാപിറ്റൽ എന്താണ്, ലയബിലിറ്റി എന്താണ് എന്ന് എക്സാമിന് ചോദിച്ച പോലെ തന്നെ മറ്റ് ടേമുകളും എക്സാമിന് ചോദിക്കും. അതായത് ഡെപ്റ്റേഴ്സ് ആരാണ്, ക്രെഡിറ്റേഴ്സ് എന്താണ്, എക്സ്പെൻസ് എന്താണ്, റവന്യൂ എന്താണ്. അപ്പൊ അക്കൗണ്ടിങ് ടേംസിന്റെ ഭാഗത്ത് കൃത്യമായി മക്കൾ നോക്കി വെക്കണം. അതുപോലെ തന്നെ ആ ചാപ്റ്റർ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, അല്ലെ ഇന്റേണൽ യൂസേഴ്സ്, എക്സ്റ്റേണൽ യൂസേഴ്സ്. അതെല്ലാം തിയറി ആയിട്ട് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മീനിങ് കൊടുത്തേക്കുക. എന്താണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്, ഡയറക്റ്റ് മീനിങ് കൊടുത്തേക്കുക. ലയബിലിറ്റീസ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ഡയറക്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഡയറക്റ്റ് ആണ് ചോദിക്കാറ്. ടു മെയിൻറ്റെയിൻ ദ റെക്കോർഡ്സ് ഓഫ് ദ ബിസിനസ്, കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദ ബിസിനസ്, അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതി അറിയണം, പ്രൊവൈഡിംഗ് ഇൻഫോർമേഷൻ ടു ദ യൂസേഴ്സ്. ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ് ഡയറക്റ്റ് ചോദ്യമായിട്ടാണ് എക്സാമിന് വരാറ്. ഇനി classify them into revenue expense and capital expenditure and deferred റവന്യൂ എക്സ്പെൻഡിച്ചർ. നമുക്കറിയാം ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ റെസിപ്റ്റ്, ഇതിന്റെ എക്സാമ്പിൾസ് മക്കൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കി വെച്ചതായിരിക്കും. അതിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുക. അതിൽ ഒരു എക്സാമ്പിൾ മാത്രമാണ് സാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ പർച്ചേസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സാലറി പെയ്ഡ്, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഉണ്ട്, സാലറി ആയിക്കോട്ടെ, വേജസ് ആയിക്കോട്ടെ, റെന്റ് ആയിക്കോട്ടെ, ഇതൊക്കെ റവന്യൂ എക്സ്പെൻസുകളാണ്. ഹ്യൂജ് അഡ്വർടൈസ്മെന്റ്, വലിയ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. കാരണം ആ ഹ്യൂജ് അഡ്വർടൈസ്മെന്റ് ഫ്യൂച്ചറിലാണ് നമ്മൾ ഏൺ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഗുഡ്സ് പർച്ചേസ്ഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇങ്ങനെ റവന്യൂ എക്സ്പെൻഡിച്ചർ, ഈ ചോദ്യം അതേപോലെ പഠിച്ചു വെക്കല്ല മക്കൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് റവന്യൂ എക്സ്പെൻസിന്റെയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെയും റവന്യൂ റെസിപ്റ്റിന്റെയും ക്യാപിറ്റൽ റെസിപ്റ്റിന്റെയും എക്സാമ്പിൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം അക്കൗണ്ടിംഗ് ടേംസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. എ പേഴ്സൺ who owes money to the enterprise, അല്ലെ? മണി ടു ദ എന്റർപ്രൈസ് ആണെങ്കിൽ നമുക്കറിയാം ഡെപ്റ്റർ ആണ്, ഫേമിലേക്ക് കൊടുക്കാനുള്ളതാണ്. വിഡ്രോവൽ ഓഫ് മണി ഓർ ഗുഡ്സ് ഫ്രം ദ ബിസിനസ്, അല്ലെ? ബിസിനസ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ പേഴ്സണൽ യൂസ് ആണെങ്കിൽ അത് ഡ്രോയിങ്സ്, നമുക്കറിയാം ഡ്രോയിങ്സ് ആണ് കൊടുക്കേണ്ടത്. എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻഡിച്ചർ, നമുക്കറിയാം പ്രോഫിറ്റ് ആണ്. ഇക്കണോമിക് റിസോഴ്സസ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് അക്കൗണ്ടിംഗ് ടേംസ് എന്ന് പറയുന്ന ചോദ്യമാണ്. ഡയറക്റ്റ് മീനിങ് കൊടുക്കുന്നതിന് പകരം അവരെന്ത് ചെയ്തു, മാച്ച് ദ ഫോളോയിങ് കൊടുത്തു എന്ന് മാത്രം. ഇനി സ്ഥിരമായിട്ട് എക്സാമിനേഷന് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ചോദിക്കുന്നത് നമുക്കറിയാം. നമ്മൾ പഠിച്ചു വെക്കേണ്ടത് നമ്മുടെ പ്രിൻസിപ്പിൾസ് ആണ്, നമ്മുടെ കൺസെപ്റ്റ് ആണ്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ് ചോദിക്കുക. ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്നു, അത് ഏത് കൺസെപ്റ്റ്, ഏത് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം. ഓണർ ആൻഡ് ബിസിനസ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്, നമുക്കറിയാം ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. ഇനി റെക്കോർഡിംഗ് ഓഫ് മോണിറ്ററി ഇവന്റ്സ് ഓൺലി, മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആണ്. അതേ മോണിറ്ററി മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി ബിസിനസ് ഗോട്ട് എൻ ഇൻഡെഫിനിറ്റ് ലൈഫ് ആണ്, അത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ്, അല്ലെ? മാനേജേഴ്സ് മാറാം, എംപ്ലോയീസ് മാറാം, ബിസിനസ് ഈസ് ഗോയിങ് ഫോർ ഇൻഡെഫിനിറ്റ് പീരീഡ്. ആ വാക്ക് വന്നാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കണക്ട് ചെയ്യുക. ഫോളോ ദ സെയിം അക്കൗണ്ടിംഗ് പ്രാക്ടീസ് ഇയർ ആഫ്റ്റർ ഇയർ, കൺസിസ്റ്റൻസി ആണ്. നമ്മൾ ഡിപ്രീസിയേഷൻ, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻസി ആണ്. സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓഫ് മാർക്കറ്റ് റിച്ചർ ഇസ് ലെസ്, പ്രൊസീജിയർ ഓർ നമുക്കറിയാം കൺസർവേറ്റിസം കൺസെപ്റ്റ് ആണ്. ഇനി കമ്പയർ എക്സ്പെൻസസ് വിത്ത് റവന്യൂ മാച്ചിങ് കൺസെപ്റ്റ് ആണ്. അപ്പം ഈ ചാപ്റ്ററിൽ ഈ ഒരു ചോദ്യം മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഡയറക്റ്റ് ചോദ്യമാണ്, പക്ഷെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നിങ്ങൾ മാച്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. ആ സ്റ്റേറ്റ്മെന്റ് ഏത് പ്രിൻസിപ്പിളാണ്. ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിലും കഴിഞ്ഞ് സെക്കൻഡ് ചാപ്റ്റർ പ്രധാനമായിട്ട് അത് തന്നെയാണ് വരുന്നത്. തേർഡ് ചാപ്റ്ററിൽ വരുമ്പോൾ തിയറി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ജേണലിന്റെയും ലെഡ്ജറിന്റെയും ഡിഫറൻസ് ആണ്. ജേണൽ ലെഡ്ജറിന്റെ ഡിഫറൻസ് പലതവണ ഓണം എക്സാമിനേഷനും ഹാഫ് ഇയർലി എക്സാമിനും ചോദിച്ചാണ്. മക്കൾ എന്തായാലും നോക്കി വെക്കണം. ജേണലിന്റെയും ലെഡ്ജറിന്റെയും ഡിഫറൻസ്. ജേണൽ ഇസ് ദ ഒറിജിനൽ എൻട്രി, നമുക്കറിയാം ഫൈനൽ എൻട്രി ആണ്. ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡിംഗ് ഫസ്റ്റ് ആണ്, ഇവിടെ ഫൈനലി ആണ്. റെക്കോർഡിംഗ് ക്രോണോളജിക്കൽ ഓർഡർ ആണ്, ഇവിടെ അനലിറ്റിക്കൽ ഓർഡർ ആണ്. സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ജേണലിലേക്ക് സോഴ്സ് ഡോക്യുമെന്റ് ആണ് വരുന്നത്. അതായത് നമ്മുടെ വൗച്ചേഴ്സ് ആവാം, നമ്മുടെ റെസിപ്റ്റ് ആവാം. ഇവിടെ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ജേണൽ ആണ്, അല്ലെ? അപ്പൊ ഇനി ബാലൻസ് ഇസ് നോട്ട് ഡൺ, അല്ലെ? ജേണലിന്റെ അകത്താണ് നമ്മൾ ബാലൻസിങ് ചെയ്യാത്തത്, ലെഡ്ജറിന്റെ അകത്ത് ബാലൻസ് ചെയ്യുന്നു. ദ പ്രോസസ് റെക്കോർഡിംഗ് എൻട്രീസ് ജേർണലൈസിംഗ് ആണ്. ഇവിടെ പോസ്റ്റിംഗ് എന്നാണ് പറയാ. യൂണിഫോമിറ്റി ഇൻ ദ കീപ്പിംഗ് വേരിയസ് ബുക്സ് ഓഫ് ജേണൽ, ഇവിടെ അൺയൂണിഫോമിറ്റി എന്ന് പറയാം. അപ്പൊ
ഇൻഫോർമേറ്റീവ് എന്ന് പറയാം. അപ്പൊ ഈ കൃത്യമായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഡിഫറൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ആ ഡിഫറൻസ് കൃത്യമായിട്ട് നോക്കി വെക്കുക. ആൻഡ് മെഷീനറി പർച്ചേസ്ഡ് ഫ്രം ഷീബൈ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഓൺ ക്രെഡിറ്റ്. അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ജേണൽ നമുക്കറിയാം സബ്സിഡി ബുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജേണൽ പ്രോപ്പർലി റെക്കോർഡ് ചെയ്യണം. റൈറ്റ് ദ വേരിയസ് റീസൺ ഫോർ ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. നമുക്കറിയാം കോസസ് ആണ് അല്ലേ? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം കോസസ് വരുന്നുണ്ട്? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് മുതൽ ഡിസോണർ ഓഫ് ബില്ല് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക് അല്ലെങ്കിൽ ഡിസോണർ ചെക്ക്, ഇതെല്ലാം വരുന്ന കോസസ് നിങ്ങളൊരു 6 എണ്ണം പഠിച്ചു വെക്കുക, 8 എണ്ണം പഠിച്ചു വെക്കുക. അത് എന്തായാലും ഡയറക്റ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. BRSന്റെ ക്വസ്റ്റ്യൻ എന്തായാലും പ്രാക്ടിക്കൽ ഉണ്ടാവും. അതിന് കൂടെ ഈ ഒരു ചോദ്യം. ഇനി ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ എറേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു 2 എന്ത് ചോദിക്കുക? ഒബ്ജക്റ്റീവ്സ് ചോദിക്കുക. അസർട്ടൈൻ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ജേണൽ ആൻഡ് ലെഡ്ജർ, ലൊക്കേറ്റിംഗ് എറേഴ്സ് ആണ്, ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ട്രേഡിംഗ് കൊണ്ട് വരയ്ക്കുന്നു. ഡിപ്രീസിയേഷൻ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് തിയറി എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിന്റെയും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിന്റെയും ഡിഫറൻസ് ആണ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒറിജിനൽ കോസ്റ്റ് മേലാണ്, ഇവിടെ ബുക്ക് വാല്യൂ ആണ്. ആനുവൽ ഡിപ്രീസിയേഷൻ ഫിക്സഡ് ആയിരിക്കും, ഇവിടെ ഡിമിനിഷിംഗ് ആയിരിക്കും. ഡിപ്രീസിയേഷൻ റെപ്രസെന്റ് ഈക്വൽ ഇവിടെ ഈക്വൽ ആയിരിക്കില്ല. നോട്ട് റെക്കഗ്നൈസ്ഡ് ഇൻകം ടാക്സ് ലോ, ഇവിടെ ഇൻകം ടാക്സ് ലോയിൽ റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് ചെയ്യാറ്. ഇങ്ങനെയുള്ള ഡിഫറൻസ് മക്കൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഈ വരുന്ന എക്സാമിനേഷൻ തിയറി ഒരൊറ്റ മാർക്ക് പോലും നമുക്ക് മിസ്സാകാൻ പാടില്ല. സോ പ്രോബ്ലമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്.